ഞാൻ നോക്കിയിട്ടില്ല. നമ്മളെ ടൂൾ എഞ്ചിനീയറിംഗിനെ കുറിച്ച് നമ്മുടെ JD വിളിച്ചിരുന്നു സാറേ, നമ്മുടെ സീനിയർ ജോയിന്റ് ഡയറക്ടറെ. പുള്ളി ക്വാറന്റൈനിലാണ് അത്രേ, അവിടെ പ്രൈമറി കോണ്ടാക്ട് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവര് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പൊ ഇവര് വേറെ തിരക്കില്ലാന്ന് പറഞ്ഞു. ഏകദേശം കുറച്ച് എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി തീരേണ്ടി വരും കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കാൻ. ബഷീർ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബഷീർ സാർ ഗുഡ് ഈവനിങ്. Good evening, sir. Bashir Saab. Mic off ആണ്. Good evening, all of you. Good evening. Good evening. Good evening. I think എല്ലാവരും നേരത്തെ ജോയിൻ ചെയ്യോ അതെങ്ങനെ? സുബേർ 7 മണിക്കാണ് ജോയിൻ ചെയ്യുന്നത് കറക്റ്റ്? എങ്ങനെ? അല്ല, നമ്മള് നേരത്തെ EMIന്റെ ടെക്നിക്കൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാന്ന് വിചാരിച്ചിട്ടേ നേരത്തെ ജോയിൻ ചെയ്യും. 7 മണിയാണ്. 7 മണി. നമുക്ക് 7 മണിക്കാണ് മീറ്റിംഗ് തുടങ്ങാം. അതെ, അപ്പൊ കറക്റ്റ് 7 മണിക്ക് നമുക്ക് തുടങ്ങാം. പിന്നെ സമയമുണ്ടല്ലോ, സമയമുണ്ട്. ഒരു 10 മിനിറ്റ് ഉണ്ടാവും. 51 ആയിട്ടുള്ളൂ, കുഴപ്പമില്ല. എല്ലാരും കറക്റ്റ് 7 മണിക്ക് ജോയിൻ ചെയ്യുള്ളൂ. ഇവന്റ്സ് ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. സാറേ സർട്ടിഫിക്കറ്റ് കണ്ടില്ലേ നസീർ സാറേ? ഞാൻ കണ്ടു. ഉഷാറായി. അതുകൊണ്ട് കയറിയിട്ടുള്ളൂ. അങ്ങോട്ട് അകത്തേക്ക് വന്നിട്ടുള്ളൂ. കുറച്ചില്ല. ലിങ്ക് വേറെ നമ്മളെ പാസ് ചെയ്തിരുന്നോ?
ആരൊക്കെയാണ് ഇപ്പോ ഉള്ളത്? ഹിസാം മുഹമ്മദ് ഒന്ന് വീഡിയോ ഓൺ ആക്കോ? ഈ ആൾക്കാരും അതേ ലെഫ്റ്റായോ? നെറ്റ്വർക്ക് ചിലപ്പോ ടച്ച് ചെയ്തതേ മാറിപ്പോയിട്ടുണ്ടോ? രണ്ടും ചോപ്പാണ്. സാറ് ഇനിയിപ്പോ എന്നാ നാട്ടിലേക്ക് പോയത്? ഞാൻ ആക്ച്വലി കോവിഡ് ഒന്ന് കഴിഞ്ഞ് ഈ സീനറി ഒക്കെ ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 1 വർഷത്തിൽ കൂടുതലായി നാട്ടിൽ വന്നിട്ട്. പറഞ്ഞല്ലോ, മറ്റേത് വർഷത്തിൽ എന്തായാലും മിനിമം 1 തവണയെങ്കിലും വരുന്നത്, ഒന്നും അതിൽ കൂടുതലും വരുമായിരുന്നു. ഇതില് നമ്മള് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാറേ, കുറച്ച്. അപ്പൊ ഏതായാലും നമുക്ക് 250 പാർട്ടിസിപ്പൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ എന്തായാലും കുട്ടികൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. സാർ, ആ പ്രോഗ്രാമിന്റെ ലിങ്ക് ഒന്ന് ആ ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആളുകൾ ജോയിൻ ചെയ്യും. ഞാൻ ഇട്ടിട്ടുണ്ട് സാറേ. പരിപാടിന്റെ ഒരു ലിസ്റ്റ് ഇടണ്ടേ? ഇട്ടിട്ടുണ്ട്. പ്രകാശൻ സാർ എത്തിയില്ലല്ലോ. ക്ലാസ് അല്ല നിന്ന. പ്രകാശ് സാറ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് അതെ, മറ്റേത് ചെയർ അറേഞ്ച് ചെയ്യണം, മറ്റേ പ്രസന്റേഷന്, ഓഡിയോ, എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് വേണം. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലൊക്കെ ഫുള്ള് ഞാൻ ഓഫീസിൽ പോയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ 7 മാസത്തിൽ കൂടുതലായി. ആണല്ലേ? അത് ശരി. എല്ലാം വീട്ടിൽ ഇരുന്ന് തന്നെ മാനേജ് ചെയ്യാം. ഞങ്ങള് ചോദിക്കായിരുന്നു പ്രകാശ് സാർ എവിടെയാണെന്ന്. അപ്പൊ നമുക്ക് 7 മണിക്ക് തന്നെ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. Sujesh, good evening. Sujesh. Good evening, sir. Good evening. Good evening. Sir, good evening. Good evening. Good evening. കണ്ടായിരുന്നല്ലോ. എല്ലാരും ഉണ്ട്. ബഷീർ സാർ, നസീർ സാറുണ്ട്, പ്രിൻസിപ്പൽ നാസ് സാറുണ്ട്, എല്ലാവരും ഉണ്ട്. ഫിറോസ് സാർ ഇപ്പൊ ജോയിൻ ചെയ്തു. നസീർ സാർ കയറിയിട്ടുണ്ട്. അതെ, നസീർ സാർ കണ്ട്, ഫിറോസ് സാർ കയറി. അതെ. നമ്മളെ സ്റ്റുഡൻസ് കുറച്ച് പേര് വരുന്നുണ്ട്.
ഡെന്നീസിന്റെ ഒക്കെ നമ്മളെ സ്റ്റുഡൻ്റാ. നിതുൽ പ്രകാശിനെ. ഹലോ ഫിറോസ് സാർ. ഫിറോസ് സാർ ഗുഡ് ഈവനിങ്. ഫിറോസ് സാർ ഗുഡ് ഈവനിങ് സർ. Good evening, sir. Good evening, sir. I'm waiting. I'm eagerly waiting for it, sir. Am I delay? No. No. Delay ആണോ? അല്ലല്ലോ. Sorry. സുബൈർ സാർ 5 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങാം കേട്ടോ. 59 സുബൈർ സാർ അൺമ്യൂട്ട് ചെയ്യും. സുബൈർ സാർ അൺമ്യൂട്ട് ചെയ്യും. സുബൈർ സാർ യെസ് സർ, നമുക്ക് ഒരു 7:05 യെസ് സർ 5 മിനിറ്റ്. ഓക്കെ. ശ്രീനിവാസൻ സാർ, സാറിന്റെ വർക്ക് ഇപ്പൊ എങ്ങനെ നടക്കുന്നത്? വീട്ടിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യണം? അതെ, വീട്ടിലിരുന്ന് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. എല്ലാം ചെയ്യാം അല്ലെ? വർക്കൊക്കെ നടക്കുന്നത് അല്ലേ? വർക്ക് നടക്കുന്നത് എല്ലാം നടക്കുന്നുണ്ട് സാർ. ഇവിടെ ഇപ്പം ഇൻഡസ്ട്രിയൽ ഏരിയയിലെല്ലാം പഴയതുപോലെ തന്നെ ആയി. എല്ലാം പഴയതുപോലെ. ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പറയില്ല ഇത് കോവിഡിന് മുമ്പും പിന്നൊന്നും തോന്നില്ല, മുൻപുള്ള പോലെ തന്നെ ആയില്ല. സ്കൂൾസ് ഒന്നും തുറന്നിട്ടില്ല മഹാരാഷ്ട്രയില്. ഇൻഡസ്ട്രിയൊക്കെ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. ട്രെയിന് ഫുൾ ഫ്ലഡായിട്ട് ഓടിക്കില്ല. ട്രെയിനും അങ്ങനെ ട്രാൻസ്പോർട്ട് സർവീസ് ഒക്കെ കുറവാണ്. പബ്ലിക് യൂട്ടിലിറ്റീസ് അവരവരുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുക. പിന്നെ കമ്പനി വക ബസ്സുകളും എല്ലാം സ്റ്റാഫിനെ കൊണ്ടുവരണം. അതൊക്കെ പഴയതുപോലെ തന്നെ സ്റ്റാർട്ടായി. സുന്ദരേശൻ സാർ ഗുഡ് ഈവനിങ്. സുന്ദരേശൻ സാർ ഗുഡ് ഈവനിങ്. ഒന്നുണ്ടല്ലേ? എന്തായാലും നിങ്ങളുടെ വെബ്സൈറ്റ് അടിപൊളിയായിട്ട് പോകണ്ട കേട്ടോ സുന്ദരേശൻ സാറേ. നിങ്ങളുടെ വെബ്സൈറ്റിന്റെ വർക്ക് നന്നായിട്ട് പോകണ്ട. അല്ല, ആൾക്കാർ നല്ല പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ടാവുന്നുണ്ട്. ജേസനാണോ അത്? ജേസൺ. ഹലോ, ജേസൺ സാറാണെന്ന് വെച്ചാൽ സാർ നമുക്കൊരു കറക്റ്റ് 7:05 സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. സൈലന്റ് പ്രയർ. അക്ബർ സാർ വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അക്ബർ സാർ. Sir, you're on mute, sir. Please unmute. Yeah. Good evening. Yeah. How are you? Fine, sir. Srinivasa sir, he was our last session's chief guest. ലാസ്റ്റ് സെഷൻ അക്ബർ സാർ താങ്കളുടെ ലാസ്റ്റ് സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വെൽ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. Thanks a lot. Akbar sir, thank you for joining this session. Sure. It's my pleasure. Always. I'll be with you for all the activities. Akbar sir, one of your senior is here, Mr. Firoz Mohammed. Can you see him? Assalamu alaikum. Good evening. He was your senior in MTS. Firoz 2000 Mecca. 2000 Mecca. എൻ്റെ ഒരു വർഷം
I will contact you personally. Sure. Sure. Anytime, with pleasure. Akbar sir, good evening. Akbar sir, good evening. Akbar sir. Good evening. Good evening. Yes, sir. Yes, sir. Good evening. Thanks for inviting. സുബൈർ സർ, നമുക്ക് പതുക്കെ തുടങ്ങാം. സുബൈർ സർ, പതുക്കെ തുടങ്ങാം. പാർട്ടിസിപ്പൻസ് വരട്ടെ. ആൾക്കാർ കയറി വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ടൈം കളയണ്ട. Okay, sir. Okay, good evening all. Let's start with the silent prayer. Ammar sir, please mute all. Okay, thank you all. This is our third webinar series. Now I invite our program coordinator, Mr. RMA Nasir sir, to welcome the gathering. Good evening, everybody. It's a great pleasure to welcome you, everyone, for this event. And it's a great pleasure to introduce Mr. Srinivas, our SSMPT old student, for presenting this webinar on tool engineering. I thanks everybody, especially Mr. Subay, the chairman of the mechanical engineering faculty, for getting a chance to organize a program in our institute, SSM Polytechnic College, Tirur, and all other faculty members of the mechanical engineering field. I'm coming to my duty to welcome you. First of all, Mr. Srinivas. Welcome you, Srinivas sir. And our HOD, Bashir sir, for the introduction assigned to introduce Mr. Srinivas, and our president and presidential address, our principal, beloved principal, Mr. Abdul Nasser Kai Pancheri, and Mr. Binu KK. I'm not expressing the name of each and everyone. I welcome you all to the event in Mechanical Engineering Department of SSM Polytechnic, Tirur. I kindly invite our beloved principal, Mr. Abdul Nasser Kai Pancheri, to preside over the function. Sir, Abdul Nasser sir, please. Is it done the... No, sir, just there is a mistake. Okay. Right. Sir, Ammar sir will invite. Okay, Ammar, please suppose. Sir, that's the introduction of faculty by Sri T.K. Bashir sir, the HOD of Mechanical SSM Polytechnic, Tirur. So I would like to invite him to the speech. Bashir sir. Sir, please unmute. Good evening, everybody. Respected Principal Srinivas Nair, Akbar, colleagues, and my dear friends. With immense pleasure, I am very much happy to introduce Mr. Srinivas Nair, who is very qualified and experienced
in tool engineering and who is passed from NTTF. He is a well expert in his domain and experienced more than 25 years in his field of tool engineering. During his tenure of employment, he has been associated with various national and international companies in India. He is the founder and managing director of SN Techno Institute of Tool Engineering, which is located in Pune, Mumbai. He is also a technical advisor, technical consultant in several manufacturing establishments in India and all over various states of our country. Moreover, I am proudly say that he is a alumni of Seaside Memorial Polytechnic College, Tirur, and he was my student during 88-91 period. With this, I conclude my words. I express my sincere thanks to all who attended this webinar. Thank you, all of you. Thank you, sir. Next, I would like to invite for the inaugural address the Abdul Nasser Vilpanjari, Principal of SSM Polytechnic, Tirur. Sir, please. Yeah, respected and most beloved Srinivas Nair, MD Techno Institute of Tool Engineering, and I'm also very proud that he is our alumni. And the organizers of this webinar, that is members of Mechanical Engineering Faculty, MEF, and faculty of our college, the HOD of Mechanical Engineering Department, Sri TK Bashir, the coordinator, Sri Arame Nasir, and also, really the backbone of this program, Sri Subair Patikadan. I'm very happy in this occasion that MEF and our college, SSM, combinedly organized such a webinar in this pandemic period to enrich the knowledge, career opportunities in tool engineering. Tool engineering is a division of industrial engineering, or we can say mechanical engineering, and its function is to plan the process of manufacture, develop various tools and machines, and integrate the facilities for a product with a minimum expenditure. See, the art of designing of jigs, fixtures, say press tools, die, plastic molds, etc., etc. So nowadays we know this field also automated, say we can say by using CAD or such other software, like any other manufacturing industry. Tool design really deals with the hardware that required to manufacture any product. Almost all manufacturing companies, be it maybe an automotive industry or maybe a computer, laptops, mobiles, utensils, etc., whatever it may be, employs tooling and tool design engineers across the globe. The knowledge in the field of mechanical engineering, I think one of the essential requirements to one become a tool engineer. See, behind every product, either
a big machine to small toys, tool engineers present behind it. The programs are offered for the tool engineers, maybe the IITs they are providing, a lot of our engineering colleges, diploma institutes, and such as specialized institute like NTTF, our TechNow Tool Engineering Institute, or Indo-Swedish. Such lot of such people are providing specialization in tool designing especially for the mechanical engineers or for the mechanical diploma engineering holders. See, in this case, for a diploma mechanical holder or an engineer, doubtless to say, a specialization in the field of tool design will surely empower him to find out a high-profile job. I congratulate every one of you, the HOD, the coordinator, and Sri Subair, and the members of mechanical engineering faculty, and also the participants, our students. Maybe they will be highly enriched from this webinar session. I also urge our students utilize this opportunity and continue your effort in such a specialized field to ensure a bright future. Also, I have to say a few words about SSM alumni. I wanted to see that in everywhere, if you go to the Mangalyaan project, SSM alumni is there. If you go to the ISRO or any field, wherever you go, I see a lot of alumni members, and I'm very proud that our institute was able to produce such eminent engineers, and they are working all over the globe. Our alumni is very strong. Like Srinivas Nair, we have conducted an global alumni gathering in July 2018, which is bigger than the present World Guinness Record alumni meet. So such a very strong alumni is, I think, the strength of our institute. I'm not taking much time because I got only 3 minutes. So within that time, I have to finish. So I congratulate every one of you, and I am very happy. I declare that this webinar is officially inaugurated. Thank you very much. Everyone, those who are worked behind this, I congratulate all of you. Thank you very much. Thank you, Mr. Srinivasan Nair. Thank you. Thank you, sir. Now I would like to invite Mr. Subair Patikadan, Chairman of Mechanical Engineering Faculty, Kerala, sir, please, for his inaugural address. Good evening, all of you. It is not an inaugural address, it is an opening remarks. Once again, good evening, respected Chief Guest and Speaker of today's webinar, Sri Srinivas Nair, sir, Honorable Principal of SSM PTC, Sri Abdul Nasser Kaikanjeri, sir, our Head of Department, T.K. Bashir, sir, Coordinator of this program, Sri R.M.A. Nasir, sir, Faculty of our previous webinar, Sri Akbar, sir, Vice Chairman of MEFK, Sri Prakash, sir, FDP coordinators of MEFK, Shine, sir, and Binu, sir, most respected advisory board members of MEFK, governing body members, coordinators of various subcommittees, members of MEFK, delegates from SSM Polytechnic College, Thiru, and all participants of this program. It is indeed a happy and proud moment to be here for our third program. Let me share a few words about Mechanical Engineering Faculty, Kerala. Is an exclusive platform for the Faculty of Mechanical Engineering in Polytechnic Colleges of Kerala State. It has an advisory board, a governing body, and various subcommittees to drive the activities such as Faculty Development Committee, Placement Committee, Technical Committee, Academic Committee, etc.
to drive the activities for enhancing various skills and knowledge among faculty as well as our student community. We are planning to start a website to showcase the resources available from various polytechnic colleges and faculty members. Another important activity to be launched soon is a communication and personality development club. Within a short span of time, we have already conducted 2 webinars. The details will be intimated shortly in our WhatsApp group. I mean the future events, about the future events. Today, we have a faculty from Pune. He's an eminent personality from the field of tool engineering. He's also an alumnus of SSM Polytechnic College. We are proud to say that. I hope this webinar will be very much beneficial for all of us, especially for faculty and students. Next week, we have a session on mentor. It will be intimated shortly in our WhatsApp group. Running short of time, let me conclude my opening remarks. We are very much thankful to SSM Polytechnic College, especially to Principal Nasser Sir and HOD Mechanical and the coordinator of this program, Nasir Sir, for coming forward to host this webinar. I request all your wholehearted support and active participation in this program to make this a grand one. Thank you. Thank you all. Thank you, sir. And I am very proud to be announced the chief guest today, Mr. Srinivasan, sir. And to start his presentation, sir. Sir, please unmute yourself. Thank you. Good evening, everybody. First of all, I would like to thank you, our respected Principal Abdul Nasser Sir, and all the mechanical engineering faculty members in SSM Polytechnic Tirur, and all the organizers of this MEFK, and all the participants from various polytechnic colleges from all over Kerala, and also our previous presenter, Akbar Ali Sir, and all the students. Thank you so much. Thanks for your participation. So we will, straight away go to our presentation. I will open it. Is it visible? Yes, yes. Is the screen visible, sir? No. No, not visible. The screen not visible. What about now? Yes. Now it is. Yes, sir. Yes. So our today's topic is career opportunities in tool engineering. And I hope, everyone here in this platform, all are aware of what is tool engineering. But at the same time, might be unaware about the opportunities available here in this field, in this domain. So I have prepared my presentation in 2 parts. So part 1 is overview of tool engineering. What is tool engineering? So then that we will cover these topics of tool engineering. And then we will move to the second part, which is the career opportunities. That is how it is planned. Is it okay? Okay, sir. Yeah. First of all, what is tool engineering? Tool engineering is a division of industrial engineering. So what is industrial engineering? Actually, the industrial engineering is concerned with the optimization of complex processes, systems, or organizations by developing, improving, and implementing and integrated system of people, money, knowledge, information, equipment, energy, and materials.
So tooling is also a part of industrial engineering. And the function of tool engineering is to plan the process of manufacture, develop various tools and machines, and integrate facilities required for producing products with minimum expenditure of time, labor, and material. This is the definition of it. And also, tool engineering is based on the use and application of various industrial tools within a manufacturing setup, like plastic injection molds, pressure die casting dies, press tools for sheet metal products, jigs, fixtures, and gauges. We will see one by one in the later slides, later part of this program. So before starting the actual topic, I would like to introduce certain terminologies using in tool engineering. And few terminologies are confusing. That's why I would like to explain, okay, what is the meaning of these terminologies in tooling field. So first of all, what is a tooling? Okay, in tool engineering field, normally it is called as tooling field. So what is the meaning of tooling? And tool room? What is a tool room? And what is a part or component? Oh, we know that, especially the students, what is a part and component, but what is the real definition or meaning in tool engineering? And what is a tool itself? What is the meaning of a tool? First of all, what is tooling? The tooling is nothing but the equipment required to convert raw material into a required shape. Tooling is simply the process of designing and engineering the tools used to manufacture mass production parts. So various, again, okay, a few more parts are coming, these mass production parts. We'll discuss it. So basically the tooling is an equipment required, and also the process is also called, the process of designing and engineering it, that also called tooling. So what is the tool room? If you go to industries, of tooling industries, a common word is or term is tool room. So what is a tool room? Tool room is not a room, in fact, actually. It is a place or industry where new production tools are designed, manufactured, and tested. And also in the tool rooms, the old tools and running tools, that means the existing tools, are repaired and maintained. What are the facilities required in a tool room? Facilities for tool designs, machine shop, tool assembly, and testing facilities are always an integral part of a good tool room. Basically, there are two types of tool rooms. One is called captive tool rooms, other is called commercial tool rooms. I will explain it. Captive tool room means there is a big industry. Say, for example, Hindustan Aeronautics Limited or Shipyard Limited. Those are big industries as such. So they have will have requirements of so many toolings. So they will have one tool room attached to that their own industry to cater or their own requirements. So such kind of tool rooms are called, which is an integral part of a big industry, is called a captive tool room. And on the other side, the second one is the commercial tool rooms. Commercial tool rooms are the independent or separated entity which will cater the tooling requirements of other industries. Now let us come to what is a part or component. Whenever we say a part in tooling terminology, it is a mass production item. Any item. So please don't confuse with a machined part. Usually the young students especially, they will understand a part as a machined part. The meaning of part in tooling terminology is not at all a machined part. It is a part which is going to be used in a product. A part can be a final product itself, or it could be one of the individual parts of which a final product is made up of. Example is,
let us say a mug. We all are using a mug or a plastic chair. Okay, that is a single part, but it is a final part for item for end use. There is no further assembly or post-molding operations are required on that. So such part or standalone parts are called, it is a part actually. And also parts can be an element or individual or final part of a final product. Like for example, let us say, okay, all of us, we are sitting in front of a computer, laptop. See the laptop. How many parts? It is an assembly. So many parts are individually made and later it has been assembled to make a final product. So many parts are there we can see in a laptop. So those are also parts. So that is the meaning of parts. And these parts are required to be mass produced. So parts are, we can say that a part of a refrigerator or part of a washing machine or part of a television set. We all know that, okay, these all are moving items and produced in mass. So to produce such mass production parts, we need a tool. So the definition of a tool is an hardware to produce parts for their mass production. So here also not the cutting tools. In milling machine and this machine tools also, we are dealing with so many tools. So here in tooling terminology, that this is not a cutting tool. These are industrial tools or mass production tools. Tools for mass production of the parts. Is my speed is okay? Yes, sir. Okay, sir. So many kind of tools are used in manufacturing tooling, including holding tools. We call it as jigs or fixtures. Cutting tools such as milling cutter, that is also a part of the tool, but that is not the only tools. And molds, dies, etc. Now let us see how big is this tooling industry. According to a recent study by Allied Marketers, this is one of the global agencies, they have conducted a study very recently. So here we can see that according to their study, the global tooling market size was evaluated at $200.8 billion. That means in Indian rupees, this is 14 lakhs crores in 2018 and is expected to reach $368.5 billion, means 26 lakhs crores of rupees by 2026. So means growing at a CAGR of 8% from 2019 to 2026. So it's a very good growth every year. CAGR means okay, compound annual growth rate. And in these toolings, it includes production of molds, dies, forging tools, jigs, fixtures, and gauges, and cutting tool, and also the cutting tools for manufacturing of different components such as automotive parts, plastic components, aerospace, electrical and electronic parts, and many others. And most importantly, every manufacturing company requires tooling to conduct the production process of parts manufactured for assembling various end products. Therefore, the tooling industry is termed as the backbone of the manufacturing industry. This is a fact. Actually, for you name any part, okay, you take any part from a laptop, a washing machine, or a refrigerator, or a household item, or our mobile set, anything. Okay, a lot of parts we are saying made out of either in plastics or in sheet metals or from aluminum, some other materials. So this, each and every part, it requires a tool to produce it. Without a tool, we cannot produce any part. So here we can see that I have named a very few various parts here, but none of these parts are, you please notice, those are not machined parts. So these all are mass production parts. So all these mass production parts requires tools, and tools are also, please note, tools are unique tools. That means from one tool we can produce any one particular unique product.
it is not possible to produce two different parts from a single tool. So for every part, we need one tool for that. Now, let us see what the industrial experts are saying. He is Mr. D.K. Sharma. He is the president of Tool and Gauge Manufacturers Association of India. TACMA is one of the apex bodies in India for tool and die making. The market size, what he is saying as 15,000 crore to 2,000 crore by 2020, with a 9 to 10% growth with about 13% of CGR. This is the scenario in India. So 2020, the projected was it is 20,000 crore rupees. So this is one of the important slides. Why is tooling important? So here, tooling is critical in manufacturing. Tooling can impact on the quality of the finished part, and it can have a significant effect on the manufacture process. So before that, I would like to show you one slide here, on video here. Can you see this? Is it visible? Yes, sir. Yes, sir. So this is a water bottle cap. All of you are familiar of this product. നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിലിന്റെ ക്യാപ്പാണ്. ഈ ക്യാപ്പിന്റെ ഒരു മോൾഡാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരുകയാണ്. ഇത് ഒരു 96 ക്യാവിറ്റി മോൾഡാണ്. 96 ക്യാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളിനകത്ത് അറ്റ് എ ടൈം ഒരു സ്ട്രോക്ക്, അതായത് ഒരു പ്രാവശ്യം ടൂള് അടച്ച് അതിനെ പ്രോസസ് ചെയ്ത് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് 96 പാർട്സ് കിട്ടും സൈമൾട്ടേനിയസ്ലി. യു വിൽ സീ ദാറ്റ് വീഡിയോ. So that is what is called a 96 cavity. Cavity means number of impressions. This is the cap size. This is the next size of the cap, 29 by 25 cap with slides. The product weight is 1.3 grams and cycle time is 2 seconds. Cycle time here means, I will explain it after seeing the video, then you can catch it very fast. So here this product also, you notice that this is a plastic, but here at the bottom of the side, you are seeing a separate ring. And in between the top body and the bottom side, there is a gap is visible. Have you noticed it, all of you? Yes, sir. Yes, sir. This is what is called, this particular cap is called TE cap, tamper evident proof cap. Tamper proof cap. Water bottle, we know that, okay, once the first time when we open it, okay, it will break and come. So that, okay, we will come to know that, okay, before someone has tampered it or not. So that is the inbuilt of this product. See, the mold is running. Every 2 seconds, you see how many numbers, 96 numbers of caps are falling down. You just see. See the cavity layout here inside that. So left side of it is the core side. This is called the core side. This is the cavity side. And here also some numbers you are seeing, those are the slides to create this portion. Now we will go to the, do you want to see once again, or can we go to the presentation? We can go for the presentation, sir.
So now let us check why is tooling important. Tooling can impact on the quality of the finished part, and it can have a significant effect on the manufacturing process. Tooling failure can disrupt operations and even lead to inefficient or defective products. Also, the quality of finished products, its components, its properties, the speed and accuracy with which it can be produced, and the repeatability of manufacturing in high volumes all depend on the precision and characteristics of the tooling. This means that our tooling needs to be designed and engineered to the highest quality. So now let us check, okay, why this tooling, I will explain it. It is not there in the slide. Let us imagine that. Do you have any rough idea about how much this part will cost? Any rough idea? Okay, I will tell you. This will be around 25 to 30 paise per cap in the market. And this cap does not have any value as such. Actually, the product inside this cap is being used for packaging purpose, packaging of drinking water. Bottle is there, okay, water is filled in that, then cap is closed with it. As such, there is no point. Whenever we buy one bottle of water, we will drink. Once we drink completed the water, we will throw it away in dustbin. So the part as for the end user, it does not make any value of this product. But I told you that this part costs 25 paise to 30 paise at the most. But again, I am asking, do you know that the cost of this tool? Just now we have seen the mold here under production in the video. That mold will cost anything less than 1 crore rupees. Indian rupees minimum, I am saying. So now you will think that, or you may wonder that, to produce a 25 or 30 paise item, I am spending 1 crore rupees worth of. How the economy works out here. So I would like to give you some insight on that. Okay, that is the beauty of productivity. Because of the productivity, the real concept of productivity that we have learned during our engineering days, this mold is a living example for that, or a typical example for that. Because of the productivity only, irrespective of the high investment cost of this tool, this product can be sold out in very less cost. So here, to produce this part, we all know that there are 4 things are essentially required here to produce this part. What are those 3 parts or 4 parts? One is plastic raw material. It is required. Without plastic raw material, that is the basic raw material. Then one tool is required, which is called a mold. Then the conversion cost is required. Conversion means the plastic that we will come, that I will explain at later stage. That means one injection molding machine is also required. Here the machine was also there in that video. The mold has to be loaded onto the machine, and the metal has to be, plastic metal has to be loaded to the machine in granule form. So this solid plastic material will get melted up and converted into fluid, and which will be injected into a closed mold and allow it to cool down, and then eject it. So this is how the injection process or molding process works out. So that is what is called one cycle. So this conversion cost is also there. And another one is the labor cost. These are the 4 deciding factors of the sale price of the product, any product. So here, the tool cost is 1 crore, but the part price is 30. Now you have seen that the cycle time here is only 2 seconds. That means every 2 seconds, we are getting 96 parts. Let us say for our sake of easiness, it is 100 parts every 2. So in 1 minute itself, we can take 1800 shots
one shot means once the mold close are opened, parts are rejected, and again that cycle repeats. That is called one shot. So every 2 seconds we can take one shot, and every 1 minute we can take 30 shots. In 1 hour we can take 1800 shots. 1800 shots means 1800 into 100 parts or 96 parts. So 1 hour we will get 1,72,800 caps in 1 hour. So now you imagine, okay, 1 day how much we'll get into 24. That will be somewhere around 42 lakhs caps per day. And if you multiply it to 30, that means 1 month's production, it is 12.5 crores. So now let us imagine, suppose the tool cost is 1 lakh rupees, for example, 1 lakh rupees, and we are producing 1 lakh parts. So what is the tooling cost involved in that product? 1 lakh divided by 1 lakh is equal to 1 rupees. And tooling cost is, it's a constant. One time we have spent it and it is a constant amount. Supposing from this tool we are making 2 lakhs parts, then what will happen? The cost of the tooling cost will just half down. The tooling cost involved in that product or part will be 50 paise. Suppose we are taking 10 lakhs parts. Our investment is 1 lakh rupees and we are producing 10 lakhs parts. So the tooling cost involved in that part is only 10 paise. So this is how, when the productivity increases, the productivity increases, the tooling contribution on the final product or part will come down. So now in a cap, here in the slide we have seen that, okay, 1.3 grams is the product weight. So 1.3 grams, okay, 1 gram we can say that this plastic material is coming to 80 to 100 rupees. Let us say it is 100 rupees. So maybe, okay, 10 rupees, 10 paise per gram. So 1.3 means 13 paise. Raw material cost. It has nothing to do with the productivity. That is again a constant. The weight is constant. The raw material cost is also constant. So 13 paise. And when the productivity increases, the tooling contribution we can reduce. That's how we can minimize the tooling. The cost involved in a product price can be reduced. Likewise, maybe 1 or 2. Now you imagine, we have invested 1 crore rupees for a 96 cavity mold, and in 1 year itself we are producing 150 crore caps. So now you can calculate 1 crore divided by 150 crore. It may be in 0.07 paise or something it will come. So it is very negligible. Even though the tool cost is 1 crore rupees, because of the high production and productivity, finally the tool cost involved in the final part cost is negligible. So that is why this point we are saying, okay, so much of dealing with so much of disposable plastic items. This is how those plastic items becomes disposable, like a bottle cap. In other way, in order to make a product disposable, we have to build up a tool in a most productive and efficient way. Are all of you getting my point? Hello? Yes, sir. Please continue. Are you getting the point? Understood the concept? Yes, sir. Yeah. Yes, sir. So this is how, because I am explaining why this tooling is important. In this video, we have seen that the tool is designed in such a way that it is highly productive and it is giving consistent quality products without any rejections and with a less possible time and a trouble-free functioning. So that is the reason that product becomes very cheap. So now I hope you might have understood the importance of tooling. So to make this tooling, to engineer such a tooling, it is not easy task. Lot of efforts,
and engineering concepts, applications are required on that to produce such a tooling. Yes, sir. So the main goal of mold design and tooling is to create a product with high manufacturability, a high quality process that is simple and efficient, long lasting, easy to operate and maintain, and that meets all customer specifications at the lowest possible cost. So this is the ultimate goal of designing and engineering any tool and tooling. And fulfilling these expectations depends on designing the best tooling option for each customer's and product's needs. Now let us see what are all the types of tooling. There are different types of toolings are there. So now we have seen the plastic injection molds. This is using for plastic parts, and dies are there. Usually dies are used for, there are 3 types of dies are there. On a sheet metal dies, forging dies, and extrusion dies. And pressure die casting dies. This we will use for aluminum parts, aluminum alloys, zinc alloys, and magnesium alloys. And work holding tools, jigs, fixtures, and gauges also comes under toolings. Now let us see a few of the plastic injection mold. I don't want to give you any examples about plastic items. On day-to-day life, we are seeing so many plastic items, but I am giving you some examples in an automotive or car. Within a car, what are all the items made out of plastics? And again, I am repeating, for each and every item, to make each and every item of these parts requires a unique tool. So if you see, front bumper, front side, the grills are there, plastic, and these headlights are in plastics, and the wheel, wheel cups are there in plastics, and rear and the lightings, the fog lightings, all the lightings are in plastics, and rear side also bumper is there, lightings are there, and if you see this rear view mirrors, these are all the exterior parts. And inside also, inside of the car also, there are lot of plastic items are there, we can observe. So these all requires toolings. And one more thing is that, now just imagine a car 25 years back, let's for example, Ambassador car. So many items were made in sheet metal at that time, like the bumper, the front grills, the wheel covers. At that time, all those parts were made out of sheet metals. Now slowly, nowadays we can see very rarely the metallic parts. Very rarely inside for these bumpers. All the bumpers in every cars are made out of plastics only. This is an injection mold. This is a mold. The mold will have 2 halves of assembly. This is called a parting line. So this is the core side and this is the cavity side. And this is the closed view. These are all these examples of sheet metal components. These are connectors inside our phone and electrical gadgets and even automotives also. So many kinds of connectors we are using, very small, tiny parts, but the requirements are in millions. So those parts are also made by using press tools. And automotive skins and panels, all are made in, and fuel tanks. And some kind of caps. These all are made with the help of press tools from sheet metals. This is the image of a press tool. This is a progressive tool. I will explain what is a progressive tool. Here we can see that this is the bottom half of the tool and this is the top half of the tool. Here, this is the brass color, this is the component. Okay, this is a progressive because we will feed a sheet into the tool and it will pass one by one stage. There are so many stations inside the tool and it will pass to each station. Say for example, like the case of a 96 cavity mold, the press tools are progressive press tools are classified in terms of their number of stations.
30 station rule, 32 station, 60 stations. So that means after passing this trip, the 60 stations, after 60 station, it will produce the final part. So the final part is shaped in a progressive manner, stage by stage, station by station. So these are all the examples for die-casted components. Die-casted components, basically 3 different materials are using. One is aluminum-based alloys, second is zinc-based alloys, and third is brass is also using, and magnesium also. There are 4 different types of materials we are using here for pressure die casting dies. This is a pressure die casting die. This is more or less similar to an injection mold. So now what I am planning is that these one particular process we'll see in detail. So I am selecting it injection molding process because everyone here knows the plastic. So here one more video, rather than reading this, I think one more video I will show you. Sir, the presentation is not visible. Srinivasan, sir. I think he got disconnected. Yeah, maybe. We recognize the presence of our advisory board member Shankaran sir and other advisory board member Ramendran sir, and joint conveners of MEFK Sri Sadish sir and Vinod sir, and all other faculty members. Here is an announcement to the participants. There will be a feedback form at the end of the session. It will be in chat box. You can type your feedback in that feedback form. Then after that, your e-certificate will be available in your email. Okay, so don't forget to fill that. Okay, for getting e-certificate, you want to fill the feedback form. So it will be in your chat box after this session, please. Another information, there will be an interactive session after the presentation of Srinivasan sir. So all the participants, you may ask questions. If you have any question, please type in your chat box. Okay. Sir, Srinath sir on the contact here. Srinivasan sir, admin Mar sir contact ചെയ്തിട്ടുണ്ട്.
Okay, I got Srinivasan sir. He will join immediately. Okay. Unknowingly, he left the meeting. Actually, he was presenting without knowing that he was not in meeting. Okay, please be patient. He will join immediately. If you have any question regarding tool engineering, you can type in the chat box. I have a request to the mechanical engineering faculty members. After the session, students can leave the platform. After that, we can discuss an important matter in this platform. Okay. Oh, so he has joined. Sir Srinivasan sir, you can continue. Actually, you are mute, sir. Please unmute yourself. Okay, okay. Sorry. No problem, sir. Disconnected. You can continue. Which I did not realize. No problem, sir. You can continue. Okay, but that video, all of you have seen that video or not? That plastic processing. Just now No, sir. No. Okay. No. I will start from that. So is my screen visible now? No, sir. No, sir. What about now? It's okay, sir. It is coming. It's okay. Okay. So I will start with that video now. വീണ്ടും സാർ ഔട്ടായി തോന്നുന്നു അല്ലെ? ഔട്ടായി തോന്നുന്നു. Okay, sir. I will call in again. സാർ ഔട്ടായി തോന്നുന്നു അല്ലെ? അതെ സാർ. എടുക്കുമ്പോ എന്തോ ടെക്നിക്കൽ എറർ വരുന്നുണ്ടോ? അതെ. അത് വീഡിയോ പ്രസന്റേഷനിലേക്ക് പോകുമ്പോഴാണ് സാർ ഔട്ടായി പോകുന്നത്. നേരത്തെ അതാ സംഭവിച്ചത്. ഹലോ. Okay, sir. It is okay now. ഇപ്പൊ ഓക്കെ അല്ലേ? Okay. വീഡിയോ കാണുന്നുണ്ടോ? പ്രസന്റ് ചെയ്യുമ്പോഴാണ് തോന്നുന്ന പ്രശ്നം. നമ്മുടെ ഷെയർ ചെയ്തോ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഞാൻ ആ വീഡിയോ കണക്ട് ചെയ്യുമ്പോഴാണ് പോകുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ നോക്കട്ടെ. സാറേ അത് പിന്നെ വേറൊരു ടാബിലേ ഒന്ന് കോപ്പി ചെയ്തിട്ടാൽ മതി. അതെ വേറൊരു ടാബിൽ വെച്ചാ. അതെ വേറെ വെച്ച് വീണ്ടും പോയില്ലേ? ഹലോ. ഇല്ല വീഡിയോ കാണുന്നില്ല. ഇല്ല സാർ പോയിട്ടില്ല. ഓക്കെ അപ്പൊ പോയിട്ടില്ല. ഓക്കെ ഞാൻ ചെയ്യാം.
Sir, enter അടിച്ചാൽ വരുന്നുണ്ടോ ഇപ്പോ? ഉണ്ട്. Yes, okay. കാണുന്നുണ്ടല്ലോ സാർ? ഉണ്ട് സാർ, ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് this is the principle of injection molding. So this is the plastic pot we are going to make. This is the mold. So this is the cavity side and this is the core side of the mold. This is the complete machine. Here is the mold loaded here, and this part is called clamping side, and this is the injection side of the machine. In injection, there is a hopper, and inside the hopper we have to feed the material, and this is called a barrel, screw and barrel. Heaters are there on the periphery of that. This is the screw which will plasticize the solid plastic material to liquid with the help of the band heaters. You see the plastic material, it is once the screw rotates, it will heat and plasticize, and it will again the screw will advance and it will inject it inside the mold. See, now this is the injection phase. During the injection phase, the machine is injected the plastic material into inside the mold cavity. Now this is the cooling phase. These are the cooling lines. Water is circulated. The mold is opened. Part is ejected. And this cycle repeats. This is injection. And the cooling is happening now. And the plastic part got solidified. Mold opened. Part ejected. This is on cycle. Is the process clear to you? Clear for all of you? Hello? Yes, sir. Okay. So now, okay, let us go to this slide. What is injection molding process? Injection molding is a manufacturing technology for the mass production of identical plastic parts with good tolerance. In injection molding, polymer granules are first melted and then injected under pressure to a mold where the liquid plastic cools and solidifies. The material used in injection molding are thermoplastic polymers that can be colored or filled with other additives. So this is the process. Almost every plastic part around you is manufactured using injection molding process. For car parts to electronic enclosures and to kitchen appliances, everything. Whatever part you say, those all are made out of injection mold. Injection molding is so popular because of the dramatically low cost per unit when manufacturing high volumes. I have explained you this point. And injection molding offers high repeatability and good design flexibility. So is there any doubt so far? Hello? Hello? Sir, at the end of the session, we can have a question answer session. Okay, interactive. Okay. So what I now we'll see some more molding process. I'll tell you this we have seen animation. So now we will see a spoon mold. How a spoon.
വീണ്ടും പോയെന്ന് തോന്നല്ലേ? ഇല്ല സാർ, അത് പോയിട്ടില്ല. പോയിട്ടില്ല സാറോട് പേസ്റ്റ് ചെയ്താൽ മതി. സാർ കാണുന്നുണ്ടോ ഇത്? ഉണ്ട്. ഓക്കെ. ഇത് നമ്മുടെ സ്പൂൺ, പ്ലാസ്റ്റിക് സ്പൂൺസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ റോബോട്ടാണ് പാർട്ട് പിക്ക് ചെയ്യുന്നത്. അതായത് ഫുൾ പ്രൊഡക്ഷൻ ആണ്. ഡോർ ഓപ്പൺ ചെയ്യേണ്ട, ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല കോമ്പണന്റ് എടുക്കാനായിട്ട്. വൺസ് മോൾഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് റോബോട്ട് പോയിട്ട് പാർട്സിനെ പിക്കപ്പ് ചെയ്തിട്ട് ഓപ്പറേറ്ററിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കും. So you can see here that, okay, how many spoons are? I think it is a 36 cavity tool. The cycle time here is less than 10 seconds. ടൈം കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഒന്ന് ഫാസ്റ്റിൽ പോവാം. ഓക്കെ. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോൾഡ്സ് ഉണ്ട്. ഹൗസ് മോൾഡിംഗ് പാർട്ടാണ്. ഇവിടെ കാണുന്നത് ഒരു ചെയറിന്റെ മോൾഡാണ്. എല്ലാത്തിനും ഓരോ മോൾഡ് വേണം, എല്ലാ പാർട്സിനും. ഇതാണ് മോൾഡിംഗ് മെഷീൻ, നമ്മൾ കണ്ടായിരുന്നു വീഡിയോയിൽ. ഇതിന്റെ ഞാൻ സംഭവിച്ച ഇത് നമ്മുടെ മോൾഡ്. ഇതിന് ഈ പോർഷന് ക്ലാമ്പിംഗ് യൂണിറ്റ് എന്ന് പറയും. ഇത് ഇഞ്ചക്ഷൻ യൂണിറ്റ് ആണ്. ഇതൊരു മൈക്രോ പ്രോസസർ കൺട്രോൾഡ് മെഷീനാണ്. ഈ ഗ്യാപ്പിലാണ് നമ്മൾ മോൾഡിനെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോൾഡ്, മെഷീൻ, മെറ്റീരിയൽ, ഇത് മൂന്നും എസെൻഷ്യൽ ആയിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് പാർട്ട് ഉണ്ടാക്കാനായിട്ട് വേണം. സുബർ സാർ, ടൈം എത്ര ഉണ്ട്? നമുക്ക് ഇനി എത്ര മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യണം? Sir, we can take 10 more minutes, I think. Okay, now then we will go to part 2 directly. So yes, I have some more videos. We will skip it and we'll go to part 2. That means career opportunities in tool engineering. നമ്മൾ പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൽ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എന്താണ് ഒരു ടൂള്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിലുള്ള ഈ മേഖലയിലുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡറിന് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈ ഫീൽഡിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, കരിയർ ഡെഫിനേഷൻ എന്താണെന്നുള്ളത്. അതായത് ഒരാളോ ഒരു ടൂളിംഗ് എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ? He will do creating tool designs for an organization's exiting products as well as developing new designs. To develop 2D and 3D prints by utilizing CAD software. Collaborating with manufacturing and design personnel in development teams. Evaluating and validating products after design changes. Technical assistance to quality assurance or manufacturing personnel. Collaboration with marketing, product development, and manufacturing departments to provide product recommendations. Create purchase requisitions, customer quotations on project cost and lead times. Visit vendor sites to review their operations and ensure compliance with organizational standards. And work with the management team to develop standards for new product development. ഇതൊക്കെയാണ് ഒരു ടൂൾ എഞ്ചിനീയർ ഇൻഡസ്ട്രിക്കകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. And now next is requirements to become a tooling engineer. എന്തൊക്കെ വേണം? Basic qualification, BE or diploma in mechanical, automobile or production, and essential qualification, postgraduate or post diploma in tool design. So I would like to explain this point. With a simple BE or diploma, plain BE or diploma certification, it is very impossible to have attain a job
as a tool engineer. The reason is that is a very much specialized field. So the knowledge pertaining to that particular domain has to be there. So for that, those who are wishing to enter into this field, they have to at least do a post-diploma level program or a postgraduate diploma level program, 1-year courses. So many institutes are doing these programs, and they can undergo 1 year of training program, and they can enter into this field. And other qualities, or a tooling engineer has the ability to work independently and to collaborate with other team members, practical experience using CAD and AutoCAD software, analytical and problem solving and technical skills, good eye for detail, leadership skills, ability to complete projects on time and to specification and budget. And now, advantages of tooling field. Better employability. So there are a lot of opportunities are available in the market, and I would like to say that this is one field where there is a huge gap between the demand and supply. Demand for trained manpower is too much, but against that, the supply, the trained manpower available in the market is very less. And challenging career. So one can, as I told you, explained you, every tool or new product, even though a tool maker who will be working for last 10 years, 20 years or 30 years, every part and every project will be something challenging or new for him. Something will be there special in that part and design. So the career is very challenging and interesting. Higher growth potential, always in demand. Even today, these pandemic situations, okay, job losings are a common criteria here in Pune, but we cannot find even one single tool engineer who is jobless here, even in today's scenario. So that is the demand. And global demand. And this demand is not limited to our Indian markets. Okay, this demand is on global level. And good opportunities, Europe, Australia, Canada, Singapore, and Malaysia, Thailand, Mexico, these all are the countries having too much of job employment opportunities for tool engineers. And recession-proof profession, I have already explained. Demand increases with increase in experience and knowledge, not like IT engineers and all. IT engineers on soccer, some new technologies come, they become outdated and they are out of the industry. Here, that is not the case. In tooling, as the experience and knowledge increases, the acceptability in the industry and demand in the industry increases proportionately. And vast and versatile application. We have already seen the application of the toolings, the application of the plastic parts and sheet metal items are in every area. So the opportunity is also very vast. And be your own boss. That means that one can start their own business also. What are the industry segments and fields where a tooling engineer can find out a job? In automotive industries, aerospace, military, defense, electrical and electronics, medical and medical devices, packaging, communication, FMCG manufacturing, appliances manufacturing, and many more. Job classifications. A fresh tool engineer can join as or apply for this designation. Tool design engineer, product design engineer, he can apply as process design engineer, he can go as a production engineer, quality assurance engineer, tool room engineer, project engineer, manufacturing engineer, maintenance engineer, PPC engineer, marketing engineer, sales engineer, purchase, training. So these all areas a tool engineer can apply for. So my presentation is over. If you have any doubt, clarifications, most welcome. Please. Thank you, sir. Sir, can you explain about the NTTF? It is better for our students. Okay. NTTF is a Network Technical Training Foundation. This is one of the premier
and pioneering educational institutes in India for tool and die making. That was the first institute. Actually, this NDTF has started in the year 1959, I think, and it has started by Switzerland people, not by Indians. And the main attraction or the demand for these courses, they are conducting various programs in tool and die making, basically the diploma level programs in tool and die making. And also they are conducting post-diploma in tool design and post-graduation programs also there, 2 years of post-graduation level programs in tool engineering, like mold design and part design, plastic part design, sheet metal part design, and 2 years program is available there. And they have centers in all across India. And it is still one of the most valuable organizations in tool making in this field. And nowadays, okay, for last 10 or 20 years, so many other organizations also conducting or offering such programs. And Government of India has started various tool rooms in India, like Indo-German tool rooms, Indo-Danish tool rooms. And I have also worked with Indo-German tool room in Ahmedabad. There are actually it is a Government of India organization under the Ministry of Industries, Small Scale Industries. The basic purpose of the Indo-German tool rooms are to support small scale industries by way of production and trained manpower in the field of tool and die making. So one can make a career or for further studies in this field from any of these organizations. And only plastic is concerned, there is one more organization available in India, which is called the CIPET, Central Institute of Engineering Plastic Technology. It is a Chennai-based organization that comes under the Ministry of Petrochemicals, but they are only dealing with the plastics. If a candidate or a student undergoing their programs, they offer only the plastic related only injection mold design, no sheet metal or die casting dies, nothing is there available there. They are only into plastics. Sir, we have a hello, Yeah. Srinivasan sir. Yeah. Sir, we have diploma in tool and die engineering in Kerala, in 2 government polytechnic and more than 4 or 5 self-financing polytechnic. Sorry to mention that. Even yes, I am aware of it. In Kerala also earlier, our time, than 20 years, even I think for 10 years back also, there was only one polytechnic, Calicut Polytechnic was conducting this program of tool engineering, diploma in tool and die making. Now I understand there are 6 polytechnics conducting this program in all over Kerala. Yes, sir. Yes. Now our students are coming towards the Pune and all over the India for our industrial training or implant training. So 1 year training is compulsory after 3-year diploma course. Then only they will get the diploma certificate or diploma. Is it compulsory now? Every college? Yes, it is compulsory. 12-month industrial implant training is compulsory. When did it start, this system? This is interesting. It started in 2015 syllabus onwards, it become 1 year. Before that, I think it is 6 months. No, I think, sir, you are particularly talking about the tool and die making course or mechanical engineering diploma? Only for tool and die making courses. Okay. That means a tool and die makers course. Okay, that is a 1 year industrial training is compulsory. Yes. Mechanical and other branches, only 15 days industrial training is compulsory now. Only 15 days industrial training is compulsory. Okay. So, Abdul Salam, sir, you are from which polytechnic? I am from Kerala Government Polytechnic, Calicut, Kozhikode Polytechnic. Calicut, okay. Also, I was worked in tool and die department for 2 or 3 years last as lecturer. Okay. And then transferring and etc. After now I am working in mechanical department. Okay, fine, good. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫീൽഡില് നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്ക് ഈ ഒരു ഫീൽഡിനെ പറ്റിയുള്ള നോളജ് കുറവാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട്രീസ് ഒന്നും വളരെയധികം ഇല്ല, ഇൻഡസ്ട്രിയൽ എക്സിബിഷൻസ് അങ്ങനെ നടക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഒരു മഹാരാഷ്ട്ര പോലത്തുള്ള ഒരു സംസ്ഥാനത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ ഗുജറാത്തിലെ പോലത്തെ സംസ്ഥാനത്തെ ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒന്ന് പറഞ്ഞ ഒരു ഓർഡിനറി ലേമാന് പോലും അവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ എക്സിബിഷൻസും ഇത് കണക്ക് ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ളത് കാരണം ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു നോളജ് കൂടുതലാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നമ്മളെ സൗത്ത് സൈഡിലാണ്.
ഈ ഒരു ഇതിലോട്ട് ഒന്ന് വിടുന്നത് നല്ലതായിരിക്കും, ഒന്ന് അഡ്വൈസ് ചെയ്യുന്നത് ഈ ഒരു ഫീൽഡിൽ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട്. അതെ സർ, തീർച്ചയായിട്ടും സാർ ഇപ്പൊ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പണിംഗ് ആണ്. നമ്മളെ മെക്കാനിക്കൽ സ്റ്റുഡൻസ്, ഞാൻ പലപ്പോഴും മെക്കാനിക്കൽ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, മെക്കാനിക്കൽകാർ മടിയന്മാരായതുകൊണ്ടാണ് ടൂൾ ആൻഡ് ഡൈ ഓട്ടോമൊബൈലുള്ള ബ്രാഞ്ചുകൾ വന്നത്. അപ്പൊ അതുപോലുള്ള മെഷീനിങ് ചെയ്ത് നന്നായിട്ട് അതിൽ വർക്ക് ചെയ്ത് മണിക്കൂറുകളോളം മെഷീനിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാണ്, യു ക്യാൻ ഓൾസോ ബിക്കം എ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയർ, നോ പ്രോബ്ലം. സാർ ഇപ്പൊ അങ്ങനെയല്ല സാർ, ഒരുപാട് മാറി. ഇതൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ ആയിരുന്നു. അതായത് ഇപ്പൊ നമ്മുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ടൂൾ റൂം, ഞാൻ 98 ഞാൻ ഇൻഡോ ജർമ്മൻ ടൂൾ റൂമിൽ നിൽക്കുമ്പോഴത്തേക്ക് അഹമ്മദാബാദിൽ ഞാൻ 10 വർഷം ഇൻഡോ ജർമ്മൻ ടൂൾ റൂം അഹമ്മദാബാദിൽ വർക്ക് ചെയ്തായിരുന്നു. അന്ന് CNC മെഷീൻസ് എന്ന് പറയുന്നത് അഹമ്മദാബാദിൽ തന്നെ വളരെ കുറവായിരുന്നു. ഈ ഒരു ഇൻഡോ ജർമ്മൻ എല്ലാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും അവിടെ വന്ന് പണി ചെയ്യിപ്പിച്ച് ജോബ് വർക്ക് ചെയ്ത് ഇന്നിപ്പോ ഏത് ഗലിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാവരുടെ അടുത്തും ടെക്നോളജി അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും ഇൻഫ്രാസ്ട്രക്ചറും ടൂൾ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെ ഒരു ബുദ്ധിമുട്ടില്ല. സുബൈർ സാർ, പിന്നെ സ്റ്റുഡൻസിന് വല്ല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സ്റ്റുഡൻസിന്റെ പേര് കാണുന്നുണ്ട്, അവർക്ക് വല്ല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കട്ടെ. Sir, Sajid sir, there is a request from Sajid sir. I think he is our faculty member from Kunangala, Chelakara Polytechnic. Sir, please explain on last content slide. Few of us will be benefited on to explain to students. Please repeat, sir. I did not get your question. Sir, please explain on last content of the slide. Slide last. Okay. After that, if there is any question from students' side, you can give some more time. Okay. Last slide കാണിക്കാനാണോ പറഞ്ഞത്? Yes, sir. അത് തന്നെ ആയിരിക്കും സജിത് സാർ ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഇല്ല സാർ, അത് പ്രസന്റ് ചെയ്യാൻ ആയിട്ടില്ല. ഇല്ല, ഞാൻ ഷെയർ ഇട്ടോ. Sir, another question. Sir, another request from a faculty member. Could you please share that PowerPoint? Okay. Okay, if it is possible, please send to me as a mail. Okay, I will share them. Okay. No problem, sir. I'll send it tomorrow. Okay, sir. No problem. Yeah. ശ്രീവാത്സ സാർ, Yes, sir. ഒരു വാട്ടർ ബോട്ടിലിന്റെ ക്യാപ്പിന്റെ ഡൈക്ക് 1 crore rupees കോസ്റ്റ് വരുന്നത് പറഞ്ഞു. സാർ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്? അതെ സാർ, കോസ്റ്റ് ആണോ ചോദിച്ചത്? ക്യാപ്പിന്റെ കോസ്റ്റിന്റെ ഡൈ 1 crore എന്ന് പറഞ്ഞല്ലോ. അതെ. സാർ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്? ഞാൻ ഒത്തിരി ക്യാപ്സിന്റെ ചെയ്തിട്ടുണ്ട് സാർ, ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ 1 crore എന്ന് പറഞ്ഞത് ഈ വീഡിയോയിൽ കാണിച്ച മോൾഡിനെയാണ്. അത് ഇന്ത്യയിലെ ഇതല്ല, അതിൽ കാണിച്ചത് 2 seconds 96 ക്യാവിറ്റീസ് റൺ ചെയ്യുന്നു. ഇന്ന് വരെ ഇന്ത്യയിൽ ആരും 2 seconds ഇത് ചെയ്തിട്ടില്ല. ആ ഒരു മോൾഡിന്റെ കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്, 96 lakhs. ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയായിട്ട് ഈ ക്യാപ്സിന്റെയും ക്ലോസേഴ്സിന്റെയും ചെയ്യുന്നത് വസന്ത ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദിലൊരു കമ്പനിയാണ്. അവരാണ് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് പാർട്ടി ഇത് ചെയ്യുന്നത്. അവരെടുക്കുന്ന ഇതേപോലെ ഒരു 96 ഒക്കെ ആണെങ്കിൽ 2 seconds കിട്ടത്തില്ല, മേ ബി ഒരു 8 to 10 seconds കിട്ടും സൈക്കിൾ ടൈം. കാര്യം ഇത് ഓരോ പാർട്ട് ചെയ്യുമ്പോഴും ഈ 2 seconds എന്ന് പറയുമ്പോൾ എന്താ സാർ, 1, 2 എന്ന് പറയുമ്പോഴത്തേക്ക് 96 പാർട്സ് ഇഞ്ചെക്ട് ആയി, മോൾഡ് ഓപ്പൺ ക്ലോസിംഗ്, പിന്നെ അതിനകത്ത് മെറ്റീരിയൽ ഇഞ്ചെക്ട് ചെയ്ത് അത് കൂൾ ചെയ്ത് ഇജക്ട് ചെയ്ത് വരുന്നത് 2 seconds. ഇറ്റ് ഈസ് അൺബിലീവബിൾ, ബട്ട് സീയിങ് ഈസ് ബിലീവബിൾ. നമ്മൾ കണ്ട കാര്യം. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ല ടൂൾ ഡിസൈൻ റോബസ്റ്റ് ആയിരിക്കണം. വെറുതെ എല്ലാം അങ്ങനെ കിട്ടുന്ന 2 seconds. ഇന്ത്യക്കാരെ നമ്മൾ ഇതുവരെ ഞാനൊരു ഇന്ത്യയിലൊരു 5 seconds താഴെ ഞാൻ കണ്ടിട്ടില്ല. 5 seconds വരെ ഞാൻ കണ്ടിട്ടുണ്ട് ക്യാപ്സ്. അതും പക്ഷേ 24 ക്യാവിറ്റി മാത്രമേ ഉള്ളൂ, 96 ക്യാവിറ്റി അല്ല. സാർ, പിന്നെ ഈ 1 year ടൂൾ ആൻഡ് ഡൈയുടെ ഒരു 1 year കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ സാർ, അത് എവിടെയാണ്? കേരളത്തിലുണ്ടോ അങ്ങനത്തെ കോഴ്സുകൾ? 1 year കോഴ്സ് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും? ഉണ്ട് സാർ. അത് പക്ഷേ ഞാൻ പറയാം, അത് കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ളത് ഒന്ന് നമ്മുടെ ഇവിടെ തന്നെയാണ്, തലശ്ശേരിയിൽ NDTF-ലുണ്ട്. അവരിപ്പോ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. അവര് എൻട്രൻസ് എക്സാമും ഒക്കെ നടത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് മേ ബി ഒരു 20-25 സ്റ്റുഡൻസിനെ ഒരു വർഷം അത് ചെയ്യാൻ പറ്റത്തുള്ളൂ.
Sir, why don't you share your experience by starting something like a training center in Kerala? Sir, I am very much interested. Last time when I spoke with Mr. Prakash sir also, I pointed out this point because this is my passion. What I understand after serving 25 years in industry, there is a big gap and there is a big flaw in our training session. Even if even the students coming from NDTF also, now there is no quality in those students. So one side, okay, people, industry is not getting trained manpower. If at all they are getting, those people are not up to mark. So industry is going through a very big trouble now. Very big trouble now. At the other side, the students, the poor students are struggling to find out a job. So there is definitely a scope for a good training institute run by an experienced person is important. That is important. Run by an experienced person who should know that, okay, what is the trick of the trades. Yes, sir, that is what. So I am planning, if it is my passion, sir, that again I am repeating. So I would like to pass my knowledge and experience, industrial experience to the next generation. So if we have a chance, I would grab it. No doubt. Yes, sir. Okay, sir. Thank you very much. If there is any question from students part, we can wait. Otherwise, we can wind up. Sir, overall, എല്ലാവരുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ സ്പീഡ് കൂടിപ്പോയോ, പറഞ്ഞത് ഒരു പ്രസന്റേഷൻ അത് മനസ്സിലാകുന്ന രീതിയിലാണോ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നെക്സ്റ്റ് ടൈം വരുത്തണോ? No, sir, it was very good. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നല്ല വെൽ പ്രിപ്പയർഡ്. നല്ല മനസ്സിലായും ചെയ്തു. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ എനിക്ക് ഗുഡ് പോയിന്റ് വേണ്ട, ബാഡ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഒന്ന് അറിയിക്കണേ സുബേ സാർ, എല്ലായിടത്തും കളക്ട് ചെയ്തിട്ട്. Okay, sir, I will definitely I will give you the feedback. Okay. For further improvement. Yeah. Already 50-60 members have submitted their feedback. We are collecting. Okay. I'll share with you. Okay. Please share it with me, sir. Okay. No problem. And in Kerala also, in future also, if any polytechnic or specifically if you want to address your students, I am more happy to do that. Yes. Our faculty members are here. If anybody need Srinivasan sir presence in your institution, he is ready. Okay. And in any industry support, sir, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയ ഒരു ടീച്ചറെ പോലെ തന്നെയാണ് പ്രസന്റ് ചെയ്തത്. ഇല്ല സാർ, ഞാനങ്ങനെ സ്പീക്ക് ചെയ്യാൻ എനിക്കത് പരിചയമില്ല. അതുപോലെ ഇതുപോലുള്ള ഞാൻ വളരെ നെർവസ് ആയിരുന്നു തുടങ്ങിയത്. കാര്യം ടീച്ചേഴ്സിന്റെ അടുത്താണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയാണല്ലോ പണ്ട് തൊട്ട് മനസ്സിലായി. Excellent, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് സാർ ഹാൻഡിൽ ചെയ്തത്. ബിക്കോസ് യു ആർ ടോക്കിംഗ് ഫ്രം ദ ഇൻഡസ്ട്രി. Sir, I understand that, sir. Actually, this is a very rare and hard-earned experience, sir. Yeah, of course. Our സാറിന്റെ ഒരു ഹാർഡ് വർക്ക് all these years, that really reflected in your words. Really appreciate. അതിനൊക്കെ പുറമെ സമയം കണ്ടെത്താനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ എടുത്തൊരു ഇനീഷ്യേറ്റീവും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. And on behalf of the Polytechnic, sir, I would like to invite you also. നമ്മുടെ കുട്ടികളുമായും നമ്മുടെ ഫാക്കൽറ്റിയുമായിട്ട് we need a very customized and very specialized training from your side. അങ്ങനെ ഒരു റിക്വസ്റ്റ് കൂടി വെക്കുകയാണ് as a director of Paramara Polytechnic. No problem, sir. We'll do that. Okay. Thanks a lot, sir. കേരളത്തിൽ വളരെ കുറവാണ് ഈ ടൂൾ എഞ്ചിനീയറിംഗ് പറ്റിയിട്ടുള്ള അറിവ് എന്ന് തോന്നുന്നു. സോ ആക്ച്വലി ഞാനൊരു ടൂളിന്റെ ഡിപ്ലോമ ഹോൾഡർ ആയിരുന്നു. ആൻഡ് ഐ വാസ് വർക്കിംഗ് ഇൻ പൂനെ. സുപ്രീം പ്രൊഫൈൽ. രാമകൃഷ്ണ സാർ, ആർ കെ സാർ. And you know Mr. Rameshan also, his designer? Yeah, I know Rameshan sir. He is my guru, Rameshan Kalorath. He is from Kannur. He one of the finest brain I have ever seen as in design industry. Yeah. And ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഫേസ് ചെയ്ത ഒരു പ്രശ്നം, ഈ ടൂൾ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ സ്പാനർ, സ്ക്രൂ ഡ്രൈവർ എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. സോ അത്രയ്ക്കും നമ്മുടെ പലരും അവെയർ അല്ല ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട്. വേറൊരു കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയത്, ഞാൻ പറഞ്ഞില്ല സമയക്കുറവ് കാരണം. ഇപ്പോഴും ചൈനയിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് കോടിയുടെ ടൂൾസ് ആണ് ഇന്ത്യയിൽ വരുന്നത്. ഇതൊക്കെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇൻഡിജനൈസ് ചെയ്യാനുള്ളത്.
ഈ കോവിഡ് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഈ സോഷ്യോ ഇക്കണോമിക് റീസൺസ് കാരണം ടൂൾ റൂമിലൊക്കെ വളരെ ഒരു റിക്വയർമെന്റിന്റെ സർജ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും സാറെ സെഷൻ ഒരു വളരെ ഇൻസ്പയറിംഗ് സെഷൻ ആയിരുന്നു. ഡിപ്ലോമ മെക്കാനിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ. അതെ അതെ, അതാ ഞാൻ പറയുന്നത് സാർ. സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ കോളേജിലെ നിങ്ങളുടെ ഓരോരുത്തരെയും കോളേജിലെ സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യണമെങ്കിലും അത് ഞാൻ റെഡിയാണെന്നാ പറഞ്ഞത്. കുട്ടികളെ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഓരോ കോളേജസിലെ സെപ്പറേറ്റ് ആയിട്ട്. തീർച്ചയായും സാറെ കോൺടാക്ട് ഡീറ്റെയിൽസ് സാറൊന്ന് ഷെയർ ചെയ്താൽ നമുക്ക് സാറെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സുബേർ സാറിന്റെ അടുത്ത് ഉണ്ട്, പ്രകാശ് സാറിന്റെ കയ്യിലുണ്ട്. Okay. Sir, I think we can conclude this session. If there is any other question, they can ask by email. Okay, I have given my email. I will give you your email also to the students. Okay, they can contact you directly. No problem. Okay, it was a very good session, a wonderful session. A lot of faculty members and students were from different polytechnic colleges, from different polytechnic colleges from all over Kerala have attended. Let me invite Mr. Vinu KK, coordinator of FDP committee, MEFK, to give a vote of thanks for this session. Prakash sir, is there any other formality or any other? No, sir. Okay. Our senior faculty members are here. Salam sir is here. Okay, I am very much happy to see all of you. So I invite Sri Vinu KK. With the permission of our coordinator Nasir sir, I invite Vinu KK. Sure. Coordinator of FDP MEFK to give a vote of thanks for this session. Sir, Binu sir ഒരു ടൂൾ എഞ്ചിനീയർ ആട്ടാ. ബിനു സാർ ഒരു ടൂൾ എഞ്ചിനീയർ ആണ്. അത് ശരി. ഇപ്പൊ രണ്ടുപേരെ കണ്ടു. നേരത്തെ മിസ്റ്റർ മുഹമ്മദ് ഷാജഹാനും ടൂൾ എഞ്ചിനീയർ ആണ്. ഇപ്പൊ ബിനു സാറും എവിടെ വർക്ക് ചെയ്യുന്നു സാർ? ബിനു സാർ ഞാന് കുന്നംകുളം പോളിടെക്നിക്കിൽ പഠിച്ചതാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ ഒരു വർഷം ട്രെയിനിങ് കഴിഞ്ഞ ശേഷം പിന്നെ ബിടെക് എടുക്കുകയാണ് ചെയ്തത്. ഓ അത് ശരി. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തില്ലല്ലേ? ടൂൾ മേക്കർ ആയിട്ട് വർക്ക് ചെയ്തില്ല? ഇല്ല, ഒരു വർഷം ട്രെയിനിങ് ചെയ്തു. അവിടെ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറഞ്ഞ പോലെ ഇതായിരുന്നു. പിന്നെ ബിടെക് ചെയ്തോട് കൂടിയിട്ട് പിന്നെ നമ്മൾ ആ ഫീൽഡിൽ മാറി. പിന്നെ അങ്ങനെ ടീച്ചിങ്ങിലേക്ക് വന്നു. പക്ഷെ സാറിന് അറിയാലോ, സാറിന്റെ ബാച്ച് മേറ്റ്സ് ഒക്കെ ആരും ഒരുപാട് പേര് ഇന്ത്യക്ക് പുറത്ത് കാണും, അല്ലെങ്കിൽ പല ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര്. ഇത് ഗ്ലോബലായിട്ട് റിക്വയർമെന്റ് ഉള്ള ഒരു ഏരിയ ആണിത്. അത് ഇനി കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അതെ. Okay, Bidu sir. Okay, sir. As a FDP coordinator committee member, I would like to present the vote of thanks. First of all, I would like to thank our today's chief guest and keynote speaker, Mr. Srinivas Nair sir, for such wonderful presentation and for his valuable time. Thanking Sir Abdul Nasser and Mr. Nasir sir for presenting this wonderful and our chairman and all the other faculty members of this committee and the students. And thank you. Thank you. Okay, thank you. Okay, sir. Thank you. Thank you, sir. We extend our sincere thanks to Akbar Ali sir, our previous faculty of our previous session. Thank you very much. Akbar sir, തരക്കിനിടയിൽ വന്നല്ലോ, സന്തോഷം. Thanks a lot. It's my pleasure. നമുക്ക് ഇങ്ങനത്തെ സംഗതികൾ കേൾക്കാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. സാറിന്റെ കാര്യം അവർ എന്റർപ്രണർ കൂടിയാണ്. സക്സസ്ഫുൾ ആ ഒരു വിഷൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. സാറ് ടൂളുണ്ടായത് ഒരുപാട് പിന്നെ ഫാക്ടറികൾ തന്നെ നന്നായി ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ വർക്കെല്ലാം എടുത്തിട്ട് ഒരുപാട് ജിക്സൺ ഒരു ടൂൾ ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. ആ ഇൻഡസ്ട്രിയിൽ സാർ ടൂളിങ്ങനെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ ഉണ്ടാക്കിയിട്ട് മാത്രമല്ല, ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുക.
Okay, tooling is only a small portion of my whole big canvas. It's a small portion. അപ്പോൾ കംപ്ലീറ്റ് ടൂൾ റൂം സെറ്റപ്പ് ചെയ്യുക, അതിന്റെ ലേ ഔട്ട് മുതൽ എക്യുപ്മെന്റ് സെലക്ഷൻ മുതൽ സ്പെസിഫിക്കേഷൻ ഡിസിഷൻ, പിന്നെ സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, കോസ്റ്റ് നെഗോഷിയേറ്റ് ചെയ്യുക, നേരത്തെ പ്ലാന്റിൽ കൊണ്ടുവരിക, അതിനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക, പ്രൂവ് ചെയ്തിട്ട് അത് ആരാണോ ഇട്ടത് അതിന്റെ ഓണേഴ്സിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓപ്പറേഷൻ ടീമിനെ ഹാൻഡ് ഓവർ ചെയ്യുക. Okay. So I have I am doing right. ഒരു ഓർഗനൈസേഷൻ തന്നെ കംപ്ലീറ്റ് എന്റർപ്രണർഷിപ്പ് ബാക്കപ്പ് ഉണ്ട്. യെസ് സർ. ഒരു പ്ലാസ്റ്റിക് ഏറ്റവും കൂടുതലും പ്ലാസ്റ്റിക്കിലാണ്, അതിപ്പോ ഷീറ്റ് മെറ്റലായാലും പ്രശ്നമില്ല. കൂളിംഗ് ഒരു ഇൻഡസ്ട്രി വന്നിട്ട് അതിന്റെ മാൻ പവർ പ്ലാനിങ് മുതൽ ഇതൊക്കെ ചെയ്തിട്ട് മാൻ പവറിന് വേണം അറേഞ്ച് ചെയ്ത് റൺ ചെയ്ത് സിസ്റ്റം സെറ്റപ്പ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള നോളജ് ഉണ്ട് ഇപ്പോൾ. ഹാൻഡ് ഓവർ റണ്ണിംഗ് എക്സിക്യൂഷൻ എവരിതിങ് ഇൻക്ലൂഡിംഗ് സർ. പ്രൊജക്ടിന്റെ ഇനിഷ്യേഷൻ മുതൽ കമ്മീഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ? എക്സാക്ട്ലി. പ്രൊജക്ട് മാനേജ്മെന്റ് തന്നെ. അതിൽ ഒരു ടെക്നോ കമേഴ്ഷ്യൽ ആണ്. അതായത് അതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഞാൻ ഇപ്പം പാർട്ടിക്ക് വേണ്ടി കൺസൾട്ട് ചെയ്യുന്നത് 26 മെഷീൻസ് ജംഷഡ്പൂർ എന്ന് പറയുന്ന ലൊക്കേഷനിൽ 26 മോൾഡിംഗ് മെഷീൻ വരുന്നുണ്ട്. അതിന്റെ ഇനിഷ്യൽ, അതായത് സപ്ലയറെ ഐഡന്റിഫൈ ചെയ്യുന്നതും അവരെ റെക്കോർഡ് ഇത് ചെയ്യുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന അടക്കം എല്ലാം എന്റെ കയ്യിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തിട്ട് പ്ലാന്റ് അവിടെ റെഡി ആക്കിയിട്ട് റൺ ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ട് വേണം ഹാൻഡ് ഓവർ ചെയ്യാൻ. Yes, as a consultant. Okay, sir. Thanks a lot. Nice interacting with you. Thank you for your special thanks, because you, being an entrepreneur, you spared 2 hours of time, your valuable time in this wonderful evening. It's my pleasure, sir. Anytime, my pleasure. Knowledge sharing and knowledge കിട്ടുന്ന എവിടെ നമ്മൾ എത്തിപ്പെടും. Okay. Now the students can leave now. Thank you all students for coming this webinar session. Okay. Thank you, sir. Thank you all. We'll meet in another session. Most probably we'll have another session coming Saturday. We'll inform you. Thank you all for attending this program. All faculty members from mechanical engineering wing, please stay here. Sir, can I leave? Okay, sir. Thank you. Okay, sir. Okay, thanks. Good night. Yes, sir. Thanks a lot. Good night. Super, sir. Next year.